അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. തം ദൃഷ്ട്വാ ജാനകീ പ്രാഹ രാഘവം ദൈവനോദിതാം ചർമാനയസ്വ കാന്തേതി സ്വാധീനപതികായധാം. അവിചാര്യാധരാമോപി തത്ര സംസ്ഥാപ്യ ലക്ഷ്മണം സശരം ധനുരാദായ യയൗ മൃഗപദാനുഗാ. സാരംഗോപി ഹരിം ദൃഷ്ട്വാ മായാകോടിവിശാരദ ദൃശ്യാദൃശ്യോ ബഭൂവാധ ജഗാമ ച വനാന്തരം. മത്വാ ഹസ്തഗതം രാമ ക്രോധാകൃഷ്ടധനുഃ ജഘാന ചാതിതീക്ഷ്ണേന ശരേണ കൃത്രിമം മൃഗം. സഹതോതിബലാത്തേന ചുക്രോശ ഭൃശദുഃഖിത. ഹാ ലക്ഷ്മണ ഹതോസ്മീതി മായാവീ നശ്വരഖല. സ ശബ്ദസ്തു മുലസ്താവജ്ജാനക്യാ സംശ്രുതസ്തദാ രാഘവസ്യേതി സാ മത്വാ ദീനാദേവരമബ്രവീൽ. ഗച്ഛ
ലക്ഷ്മണ സീതാമംബ രാമവധാദപി നാഹം ഗച്ഛേദ്യ മുക്ത്വാ ത്വാമസഹായാമിഹാശ്രമേ ആജ്ഞാമേ രാഘവസ്യാത്ര തിഷ്ഠേതി ജനകാത്മജേ തദതിക്രമഭീതോഹം ന ത്യജാമി തവാന്തികം ഹൃതം വൈ രാഘവം ദൃഷ്ട്വാ വനേ മായാവിനാ കില ത്യക്ത്വാ ത്വാം നാധിഗച്ഛാമി പദമേകം ശുചിസ്മിതേ കുരു ധൈര്യം ന മന്യേദ്യ രാമം ഹന്തും ക്ഷമം ക്ഷിതൗ നാഹം ത്യക്ത്വാ ഗമിഷ്യാമി വിലംഘ്യ രാമഭാഷിതം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മായാവിയാം മാരീചനെ സ്വർണമാനായി കാട്ടിക്കൊണ്ട് മാധവിയാം സീതയെയും മോഹിപ്പിക്കുവാൻ മഹാദുഷ്ടൻ രാവണനും മാതുലനെ പ്രേരിപ്പിച്ചു. മണിവർണ്ണൻ തന്നരികിലേക്കയച്ചു. മാരീചനോ പൊന്മാനായി സീതയുടെ അടുത്തെത്തി അദ്ഭുത സ്വരൂപത്തോടെ ചുറ്റിക്കറങ്ങി. വിധിവഞ്ചിതയാം സീത സ്വാധീനപതികയെപ്പോൾ സ്വർണമാനിൻ തോലിനായി പതിയോടോതി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒന്നും ചിന്തിക്കാതെ രാമൻ അമ്പും വില്ലും ധരിച്ചിട്ടു. ലക്ഷ്മണനെ കാവൽ നിർത്തി മാനിനെ തേടി. രാമനെ കണ്ടൊരാ നേരം മായാവിദ്യകളെ കാട്ടി. ഓടിച്ചാടി കാട്ടിനുള്ളിലേക്കു പോയി മാനും. അടുത്തെത്തിയൊരാ നേരം രാമനോ അതിൻ്റെ നേർക്കു അതിതീക്ഷ്ണമായോരമ്പു തൊടുത്തുവിട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്പേറ്റപ്പോൾ ദുഷ്ടനവൻ രാമന്റെ ശബ്ദത്തിലപ്പോൾ ലക്ഷ്മണ എന്നെ കൊന്നല്ലോ എന്നു കരഞ്ഞു. ദീനമായ ശബ്ദം കേട്ടു രാമന്റെ ശബ്ദമെന്നോർത്തു. ദീന
ദീനമായ സ്വരത്തില ജാനകി ചൊല്ലി, ലക്ഷ്മണ നീ ഉടൻ പോകൂ, രാമനു മുറിവേറ്റല്ലോ, നിന്നെ ഇതാ വിളിക്കുന്നു, വൈകാതെ പോകൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാമൻ മരിച്ചിടിൽ പോലും അമ്മേ നിന്നെയുപേക്ഷിച്ചു, രാമദാസൻ പോകുകില്ല നിശ്ചയം തന്നെ. രാമചന്ദ്രൻ ആജ്ഞാപിച്ചു ഇവിടെ നിൽക്കുവാനായി, ആ കൽപ്പന ലംഘിക്കുവാൻ എനിക്കാകില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മായാവി അവന്റെ പിന്നിൽ പോയ രാമൻ മടങ്ങാതെ, മാതൃരൂപേ ഞാനൊരടി പോലും മാറില്ല. രാമനെ കൊല്ലുവാനാർക്കും ഭൂമിയിൽ കഴിവില്ല, രാമകൽപ്പന ലംഘിക്കാൻ എനിക്കാവില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 307-ാമത്തെ ദിവസം. 28-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. 39-ാമത്തെ ശ്ലോകം കൂടി. അവിടെ മാരീചനെ, ആ മായാവിയായ മാരീചനെ മായപ്പൊന്മാനായി മഹാദുഷ്ടനായ രാവണൻ പറഞ്ഞയക്കുന്നു. എന്നിട്ടോ ആ മായപ്പൊന്മാനെ കണ്ടപ്പോൾ, തൻ്റെ മുമ്പിൽ ചുറ്റിക്കറങ്ങുന്ന ആ മായപ്പൊന്മാനെ കണ്ടപ്പോൾ, തം ദൃഷ്ട്വാ ജാനകീ പ്രാഹ രാഘവം ദൈവനോദിതാം. ഈശ്വര സങ്കല്പം, ദൈവനോദിത,
തം ദൃഷ്ട്വാ ജാനകി, അതിനെ കണ്ടിട്ട് ജാനകി തൻ്റെ ഭർത്താവിനോട് പ്രാഹ രാഘവം, രാഘവനോട് പറഞ്ഞു. ആരാണ് രാഘവൻ? ഇവിടെ പറയുകയാണ്, ഭർത്താവിനെ തൻ്റെ വശത്താക്കിയവളെ പോലെ സ്വാധീനപതികായഥ ചർമാനയസ്വ കാന്തേതി എന്നാണ്. എനിക്ക് ആ സ്വർണമൃഗത്തിൻ്റെ തോല് വേണം എന്നാണ്. പല രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ട് അല്ലേ. മാനിനെ പിടിച്ചുകൊണ്ടുവരണം എന്ന് പറയുന്നു, ഇവിടെ മാനിൻ്റെ തോല് വേണം. ആ മൃഗത്തിൻ്റെ, കൃഷ്ണമൃഗത്തിൻ്റെ തോല് വളരെ വിശേഷമായിട്ടുള്ളതാണ്. അത് തന്നെ സ്വർണവർണ്ണത്തോടു കൂടിയിട്ടുള്ള മാനാണ്, അതിൻ്റെ തോല് വേണം എന്ന് പറയുന്നു. അവിചാര്യാധരാമോപി, രാമനും അതെ വിചാരം ചെയ്തില്ല എന്നാണ്, മറ്റൊന്നും ചിന്തിക്കാതെ തത്ര സംസ്ഥാപ്യ ലക്ഷ്മണം, ലക്ഷ്മണനെ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് സശരം ധനുരാധായയോ മൃഗപദാനുക, ശരവും വില്ലും എടുത്തുകൊണ്ട് സശരം ധനുരാധായ യയോ മൃഗപദാനുക, ആ മാൻ പോയ വഴിയിലൂടെ, മാൻ നടന്ന വഴിയിലൂടെ പോണു. സാരംഗോപിഹരിം ദൃഷ്ട്വാ, അവിടെ മായാകോടി വിശാരദ, അനേകം മായകൾ, കോടിക്കണക്കിന് മായകൾ കാണിക്കാൻ കഴിവുള്ള വിശാരദനായിരിക്കുന്ന സാരംഗോപി, ആ മാനുമതേ ഹരിം ദൃഷ്ട്വാ, രാമനെ കണ്ടപ്പോ എന്തു ചെയ്തു? ദൃശ്യാദൃശ്യോ ബഭൂവാധ ജഗാമചവനാന്തരം, കണ്ടു കണ്ടില്ല, തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ മുമ്പിലിങ്ങനെ ഓടിച്ചാടി ആ വനത്തിനകത്തേക്ക്, വനാന്തരം വലിയ കാടിനകത്തേക്ക് മാനോടിപ്പോയി. മത്വാ ഹസ്തഗതം രാമ ക്രോധകൃഷ്ടധനുപുന ജഘാന ചാതി തീക്ഷ്ണേന ശരേണ കൃത്രിമം മൃഗം. തൻ്റെ കയ്യിൽ മത്വാഹസ്തഗതം, കയ്യിൽ കിട്ടി എന്ന് കണ്ടപ്പോൾ രാമൻ ക്രോധത്തോടെ വില്ലുകുലച്ച്, ക്രോധാകൃഷ്ടധനു പുന, എന്നിട്ടോ ജഘാന ചാതി തീക്ഷ്ണേന ശരേണ, തീക്ഷ്ണമായ അമ്പ് അതിൻ്റെ നേർക്ക് തൊടുത്ത് അയച്ചു, ആ മാനിനെ പിടികൂടാൻ വേണ്ടി. അപ്പോൾ സീത പറഞ്ഞത് തന്നെയാവും രാമൻ്റെ മനസ്സിലുണ്ടായത് അല്ലേ. കൊന്നിട്ടാണെങ്കിലും അതിനെ കൊണ്ടുവരണം, കാരണം എന്താ, അതിൻ്റെ തോലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സീത അവിടെ രാഘവനോട് പറഞ്ഞതായിട്ട് നമ്മൾ നേരത്തെ കേട്ടത് അല്ലേ. ചർമാനയസ്വ കാന്തേതി, അതിൻ്റെ ചർമ്മം, ആ തോല് കൊണ്ടുവരൂ എന്നാണ്. ഏതായാലും അമ്പ് ദേഹത്ത് അങ്ങോട്ട് പതിച്ചപ്പോ സാ ഹതോതിബലാത്തേനാ ചുക്രോശ ഭൃഷദുഃഖിത, അമ്പ അങ്ങോട്ട് ആഞ്ഞു തറച്ചപ്പോ അതിബലാത്തേന ചുക്രോശ ഭൃഷദുഃഖിത, വേദനയോടുകൂടി ആ അല്പനും മായാവി നശ്വര ഖല, അല്പനും ദുഷ്ടനുമായിട്ടുള്ള മാരീചൻ ഉറക്കെ കരഞ്ഞു എന്നാണ്. എന്താ കരഞ്ഞപ്പോ? ഹാ ലക്ഷ്മണ ഹതോസ്മീതി, മായാവി, മായാവി ആയതുകൊണ്ട് ആരുടെ ശബ്ദവും അനുകരിക്കാൻ സാധിക്കും. ഇപ്പൊ രാമന്റെ ശബ്ദത്തിലാണ് ഉറക്ക വിളിച്ചു കരഞ്ഞത്. ലക്ഷ്മണ എന്നെ കൊന്നൂലോന്ന് വിളിച്ചു കരയുന്നു. ശബ്ദസ്തുമുലസ്താവജാനക്യാ സംശ്രുതസ്തദാ, അത്രയും ദീനമായിരിക്കുന്ന ശബ്ദം ജാനകി കേട്ടു. കേട്ടപ്പോ തന്നെ രാഘവസ്യേതി സാമത്വ, അത് രാഘവന്റെ ശബ്ദമാണ് എന്ന് കരുതി ദീനാ ദേവരമബ്രവീൽ, ദീനയായി തൻ്റെ മുമ്പിലുള്ള ലക്ഷ്മണനോട് പറഞ്ഞു. ഗച്ഛ ലക്ഷ്മണ തൂർണം ത്വം, ലക്ഷ്മണ നീ വേഗം ചൊല്ലൂ. ഹതോസൗ രഘുനന്ദന ത്വാം ആഹ്വയതി സൗമിത്രേ, സാഹായം ഗുരു സത്വരം. രഘുനന്ദനന് മുറിവ് പറ്റിയിരിക്കണു, ദാ ഞാൻ മരിച്ചു, എന്നെ കൊന്നല്ലോ എന്നാണ് കരഞ്ഞത് അല്ലേ. സൗമിത്രേ വേഗം, അദ്ദേഹം നിന്നെ വിളിക്കുന്നു. ത്വാമാഹ്വയതി, ത്വാമാഹ്വയതി സൗമിത്രേ, നിന്നെ വിളിക്കുന്നുണ്ട്. സഹായം ഗുരു സത്വരം, വേഗം ചെന്ന് സഹായം ചെയ്യൂ, സഹായിക്കൂ, ഏട്ടനെ സഹായിക്കൂ. തത്രാഹ ലക്ഷ്മണ സീതാമംബരാമവധാദപി നാഹം ഗച്ഛേദ്യ. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, അമ്മേ രാമൻ മരിച്ചു എന്ന് കേട്ടാൽ പോലും, അല്ലെങ്കിൽ രാമൻ മരിച്ചാൽ പോലും ഞാൻ ഈ ആശ്രമത്തിൽ നിന്ന് അമ്മയെ വിട്ടുപോവില്ല. കാരണം എന്താ? ത്വാമസാഹായമിഹാശ്രമേ,
ദേവിക്ക് ഇവിടെ സഹായത്തിന് ആരുമില്ല. എൻ്റെ ഏട്ടൻ ദേവിയെ സഹായിക്കാൻ, ദേവിയെ ശുശ്രൂഷിക്കാൻ, ദേവിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ട് ആരാരും സഹായമില്ലാത്ത അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. ആജ്ഞാമേ രാഘവസ്യാത്രാ തിഷ്ഠേതി ജനകാത്മജേ തദതിക്രമഭീതോഹം നത്യജാമി തവാന്തികം. എന്നോട് ജാനകി ആ രാമൻ കൽപ്പിച്ചേക്കണത് എന്താണെന്നറിയോ? ഇവിടെ നിൽക്കാനാണ്. തിഷ്ഠേതി, ഇവിടെ നിൽക്കൂ. രാഘവസ്യ അത്ര തിഷ്ഠേതി, ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് പറഞ്ഞേക്കണത്. ആ ആജ്ഞ തെറ്റിക്കാൻ എനിക്ക് ഭയമാണ്. തദതിക്രമഭീതോഹം നത്യജാമി തവാന്തികം. അതുകൊണ്ട് ദേവിയുടെ അടുത്ത് നിന്ന് ദേവിയെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയില്ല. ഹൃതം വൈ രാഘവം ദൃഷ്ട്വാ വനേ മായാവിനാ കില ത്യക്ത്വാ ത്വാം നാധിഗച്ഛാമി പദമേകം ശുചിസ്മിതേ. ദേവിയോട് പറയുകയാണ്, മായാവിയാണവൻ. അവൻ്റെ പിന്നാലെ അപഹൃതചിത്തനായി രാമൻ വനത്തിൽ പോയിരിക്കെ ദേവിയെ വിടിഞ്ഞ് ഞാൻ ഒരടി പോലും, പദമേകം നാധിഗച്ഛാമി, ഒരടി പോലും ഞാൻ അങ്ങോട്ട് മാറില്ല, ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവില്ല. കുരുധൈര്യം നമന്യേദ്യ രാമം ഹന്തും ക്ഷമം ക്ഷിതൗ. ധൈര്യമായിട്ടിരിക്കുന്നതാണ്. ഈ ഭൂമിയിൽ രാമനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല. നാഹം ത്യക്വാ ഗമിഷ്യാമി വിലംഘ്യ രാമഭാഷിതം. വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, രാമന്റെ കൽപ്പനയെ അതിലംഘിച്ച് ഞാൻ ദേവിയെ ഉപേക്ഷിച്ചു പോവില്ല. നാഹം ത്യക്വാ ഗമിഷ്യാമി, ദേവി ഉപേക്ഷിച്ച് ഞാൻ അവിടേക്ക് പോവില്ല, രാമനെ അന്വേഷിക്കാൻ ഞാൻ പോവില്ല. കാരണം എന്താ? രാമൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ദേവിയെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ നിൽക്കണമെന്നാണ്. രാമന്റെ ആജ്ഞ പാലിക്കുന്ന രാമദാസനാണ്, രാമസോദരനാണ് ഞാൻ. രാമൻ പറഞ്ഞതിൽ നിന്ന് മറിച്ച് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ദേവി പറഞ്ഞാൽ പോലും സത്യത്തിൽ ദേവി പറഞ്ഞാൽ കേൾക്കേണ്ടതാണ്. പക്ഷേ അത് രാമൻ പറഞ്ഞതിന് വിപരീതമാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ ദേവിയെ ഉപേക്ഷിച്ചു പോകില്ല എന്ന് ലക്ഷ്മണൻ തീർത്തു പറയുന്നതായിട്ടുള്ള ആ രംഗത്തോടുകൂടി, ആ 39ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.